ശ്രീ വാസുദേവൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠനത്തിനായിട്ട് പോയ സബരിയ ബസന്തോ എന്ന് പറയുന്ന ഹരിപ്പാട് സ്വദേശിനിയുടെ അതിദാരുണമായിട്ടുള്ള മരണത്തെ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടതും ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ളത് ഈ നാടിന്റെ പൊതു ആവശ്യമാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറച്ചു നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാടും സമീപ പ്രദേശങ്ങളിലും നിരവധി സമരങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ തുടർച്ചയെന്നോണമാണ് പാർട്ടിയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ഈ സമരവുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. സബരിയ ബസന്തിന്റെ മരണം ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് പിന്നിലുള്ള ശക്തികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. കേവലം അതൊരു പ്രേമ നൈരാശ്യമോ അല്ലെങ്കിൽ നൈമിഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലോ ഉണ്ടായ കൊലപാതകമല്ല. ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമെന്ന് മരണം കഴിഞ്ഞ ശവശരീരം ആലപ്പുഴയിൽ പോസ്റ്റ്മോർട്ടത്തിൽ വിധേയമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കേവലം ഇന്ന് പോലീസിന്റെയും അതോടൊപ്പം തന്നെ അവിടുന്ന് കിട്ടിയ നിഗമനവും ഒരു ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയാൽ ശരീരത്തിലാകമാനം ക്ഷതമേൽക്കുകയും അതോടൊപ്പം തന്നെ പഴകിയ ക്ഷതങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുകയും ചെയ്തു എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം അവരുടെ കസ്റ്റഡിയിൽ, ഈ കൊലയാളികളുടെ കസ്റ്റഡിയിൽ എത്രയോ ദിവസങ്ങളായിട്ട് ആ പാവം യുവതി പീഡനത്തിന് വിധേയായി എന്നും അതിന്റേതായിട്ടുള്ള പാടുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നും വ്യക്തമാവുകയാണ്. മാത്രമല്ല, അവിടെ സബരിയുടെ കൊലപാതകത്തിന് ശേഷം ആ ബോഡി വിട്ടുകിട്ടുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആ ബോഡിയെ, ശവശരീരത്തെ പരിചരിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ഭരണകൂടവും അതോടൊപ്പം തന്നെ ആ ഭരണകൂടത്തിന്റേതായിട്ടുള്ള ആൾക്കാരെന്ന് അറിയപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ അങ്ങേയറ്റത്തെ കൃത്യവിലോപം കാണിച്ചു എന്നുള്ളതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ ശരീരം പൊതിയുന്നതിന് വേണ്ടി ഒരു തുണി പോലും ലഭ്യമല്ലാത്ത വിധത്തിൽ ഇവിടെ നിന്ന് പോയ സബരിയുടെ ബന്ധുക്കൾക്ക് അതിക്രൂരമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ അവിടെ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് ബന്ധുക്കൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു മലയാളി ലോകത്തെവിടെ മരിച്ചാലും ആ മലയാളിയോട് നീതി കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സർക്കാരിനുണ്ട്, കേരളത്തിലെ മലയാളി സമൂഹത്തിനുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ സബരിയ മരണപ്പെട്ടതിന് ശേഷം സബരിയുടെ മൃതശരീരത്തിനോടോ സബരിയുടെ ആത്മാവിനോടോ ആ നീതി കാണിക്കുവാൻ കേരളത്തിലെ ഭരണകൂടത്തിനോ കേരളത്തിലെ സാംസ്കാരിക ജീവികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങൾ BJP ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ സബരിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് CBI കൊണ്ടൊരു അന്വേഷണം നടത്തണമെന്നാണ്. CBI അന്വേഷണം നടത്തണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. കാരണം ഇതിന്റെ പ്ലേസ് ഓഫ് ക്രൈം നടന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇതിന്റെ FIR സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നത് അവിടുത്തെ സർക്കാരാണ്, അവിടുത്തെ പോലീസ് സംവിധാനമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ FIS എടുത്തിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ പോലീസാണ്. ഇതിന്റെ അന്വേഷണം നടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ നിയമത്തിനനുസരിച്ചാണ് അന്വേഷണം നടക്കുക. അതിനനുസരിച്ചാണ് അവിടെ ഇതിന്റെ ട്രയൽ നടക്കുക. അവിടുത്തെ നിയമത്തിനനുസരിച്ചാണ് ഇതിന്റെ വിധി വരിക എന്നുള്ള കാര്യം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും അറിയും. ഞങ്ങൾ ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്
കൊലപാതകത്തെ സംബന്ധിച്ച അവിടുത്തെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്തെങ്കിലും അന്വേഷണം നടത്തണമെന്നല്ല ആവശ്യപ്പെടുന്നു. ഞങ്ങൾ വി.ഡി. സതീശൻ സർക്കാരിനോട്, ആ മണ്ഡലത്തുകാരനായിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഈ മലയാളികൾ ആവശ്യപ്പെടുന്നു, ആ പാവപ്പെട്ട യുവതിയുടെ MBBS എന്ന മോഹന വാഗ്ദാനവുമായിട്ട് അങ്ങ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പ്ലെയിൻ കയറി അവിടെ ഈ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ആ മരണത്തിന് കാരണമായിട്ടുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച്, അതിന്റെ പിന്നിലുള്ള ശക്തികളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. കാരണം ഇവിടെ നിന്ന് കോളേജ് അഡ്മിഷനായിട്ട് പോയത് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ചില ആൾക്കാരുടെ പ്രേരണയുടെ ഫലമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് സവരിയ ബസന്ത് പോയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള അഡ്വർടൈസ്മെന്റുകളും അതിനെ സംബന്ധിച്ചുള്ള ഫോൺ കോളുകളും അതിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ള പ്രലോഭനങ്ങളുമൊക്കെ സവരിയ ബസന്തിന്റെ വീട്ടുകാർക്കറിയാം. അവിടെ ഇസ്ലാമിക ജീവിതചര്യക്കനുസരിച്ച് പഠിക്കാനും ജീവിക്കാനും പറ്റുന്ന കോളേജുകളുണ്ടെന്നും ആ കോളേജുകളിൽ പഠിക്കാൻ യുവാക്കളെയും യുവതികളെയും തേടിക്കൊണ്ടുള്ള പരസ്യം ഇന്ന് കേരളം ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ചില ആൾക്കാർ അത്തരത്തിലുള്ള പരസ്യം ചെയ്യുകയും ആ പരസ്യത്തിൽ നിങ്ങൾക്ക് MBBS പഠിക്കാൻ ഉസ്ബെക്കിസ്ഥാനിൽ കോളേജ് ഉണ്ടെന്നല്ല, നിങ്ങൾക്ക് ഇസ്ലാമിക ആചാരപ്രകാരം ജീവിക്കാൻ പറ്റുന്ന, അങ്ങനെ ജീവിച്ച് പഠിക്കാൻ പറ്റുന്ന കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് സവരിയ ബസത്ത് ഉൾപ്പെടെയുള്ള നടത്തുന്നത്. സവരിയ ബസത്തിന്റെ കൊലയാളിയായിട്ട് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ജയിലിലുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് സംശയമുണ്ട്. ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം, ആ വ്യക്തിയുടെ ഇന്നലകളിലെ പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഈ നാട്ടിൽ സംശയമുണ്ട്. അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഉസ്ബെക്കിസ്ഥാനിലും അതോടൊപ്പം തന്നെ മലപ്പുറത്തും, എന്തിനേറെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്തും സവരിയ ബസത്തിനെ കൊന്ന കൊലയാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയവും ഉത്കണ്ഠയും ഇന്ന് ഈ കേരളത്തിലെ ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, സവരിയ ബസന്തിന്റെ കേസ് കേവലം രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പോരാ. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് ഇമ്പിടിച്ച് വലിയ പോലീസാണെന്നേ ഉള്ളൂ. കേരളത്തിലെ പിണറായി വി.ഡി. സതീശന്റെ പോലീസ് തന്നെയാണ് ക്രൈംബ്രാഞ്ച്. ഈ ക്രൈംബ്രാഞ്ചിന് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് അധികാരമൊന്നും ക്രൈംബ്രാഞ്ചിനില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയുന്നത് ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളത് അന്വേഷിക്കണം. ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് മുതൽ ആ കുട്ടിയെ കൊന്ന ശവശരീരം തിരിച്ച് ഹരിപ്പാട്ടേക്ക് എത്തിച്ചത് വരെയുള്ള കാര്യങ്ങളിലെ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയുള്ള കൊലപാതകം നടത്താൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ലാപ്ടോപ്പ് ശവശരീരത്തോടൊപ്പം തന്നെ ഹരിപ്പാട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊല നടക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ ഹരിപ്പാട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ സാധാരണ നിലയിൽ എവിഡൻസ് വാല്യുള്ളതാണ്. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമായിട്ടുള്ള ലാപ്ടോപ്പും ആ കൊലപാതക സമയത്ത് രക്തക്കറ പറ്റിയിട്ടുള്ള ആ ഡ്രസ്സും എവിഡൻഷറി വാല്യുള്ളതാണ്. അന്വേഷണം നടക്കുന്ന സ്ഥലത്ത് കോടതിയിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ. ആ സാധനങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, ആ തെളിവുകൾ ഇന്ന് ഈ കേസ് അന്വേഷിക്കുന്ന, കേസിന്റെ വിധി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉസ്ബെക്കിസ്ഥാനിലെ കോടതിയിൽ ലഭ്യമല്ല എന്നതാണ് അത് ഇങ്ങോട്ട് അയച്ചതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ രക്ഷിക്കാൻ ഉസ്ബെക്കിസ്ഥാനിലും മലപ്പുറത്തും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും ഒരുപോലെ ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ നാടും സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, ഇതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. CBIക്ക് മാത്രമേ അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ട് ചേർന്ന്
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ക്രൈമുകളിൽ പരിമിതമായിട്ടെങ്കിലും ഇടപെടാനുള്ള അധികാരവും അവകാശവുമുള്ളത് CBIക്കാണ്. കേരളത്തിലെ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടത്താനുള്ള അധികാരമില്ല എന്നിരിക്കെ രമേശ് ചെന്നിത്തല ആ വീട് സന്ദർശിച്ച് അവിടുത്തെ പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും കബളിപ്പിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് അങ്ങേയറ്റം ഒരു അവസരവാദപരമായിട്ടുള്ള അതോടൊപ്പം തന്നെ നാണം കെട്ടൊരു പണിയാണ് എന്ന് രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ക്രൈംബ്രാഞ്ചിന് ഇതിലൊന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഈ കേസ് CBIക്ക് വിടാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ഹലാൽ MBBS-ഉം ഹലാൽ എഞ്ചിനീയറും ഒക്കെ കൊടുക്കാം, എഞ്ചിനീയറും ഒക്കെ ആക്കാമെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ മത താൽപര്യങ്ങൾ വെച്ച് വിദ്യാഭ്യാസത്തെ അപമാനിക്കുന്ന ഏജൻസികളെ സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തണമെന്നും ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഈ വിദ്യാഭ്യാസ ഏജൻസികളുടെ ഇടപാടുകളെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിന്റെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിലെ പൊതുഭരണകൂടത്തിന്റെ ഇടയിലും അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോടുകൂടി ചില മതവർഗീയ ശക്തികൾ അവരുടെ എല്ലാവിധമായിട്ടുള്ള കുത്സിത ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശക്തികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇന്നലകൾ വരെയുള്ള എല്ലാ സർക്കാരുകളുടെ ചെയ്തിട്ടുള്ളത്. VD സതീശനും ആ നിലയിലുള്ള പ്രവർത്തനമാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കേരളത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളും ചെറുത്തുനിൽക്കും. VD സതീശൻ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള വർഗീയ സമീപനമുള്ള നിലപാടിനെതിരായിട്ടുണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഈ രാജ്യത്ത് നീറ്റിന്റെ പേരിൽ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീറ്റിന്റെ പേരിൽ നടക്കുന്നു എന്ന് പറയുന്ന സമരത്തിൽ ഇന്ന് ഉയർന്ന മുദ്രാവാക്യം നീറ്റിന്റെ മുദ്രാവാക്യമല്ല, രാജ്യവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യമാണ്. രാജ്യത്തിന്റെ 370-ാം വകുപ്പ് തിരിച്ച് കാശ്മീരിന് കൊണ്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യമാണ്. ജയിലിൽ കിടക്കുന്ന വൻപിച്ച രാജ്യദ്രോഹികളായിട്ടുള്ള തീവ്രവാദികളെ തിരിച്ച് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കണമെന്നാണ് അവിടെ ജൻപത്തിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിലും നടക്കുന്ന നീറ്റിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങളിൽ ഉയരുന്ന മുദ്രാവാക്യം. ഈ രാജ്യത്തെ തുണ്ടമായിട്ട് മുറിക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ നടക്കുന്നു. ആ മുദ്രാവാക്യത്തിനോടൊപ്പം ചെന്നിരിക്കാൻ ഏതൊരു മടിയുമില്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയും തയ്യാറായി. അതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോടൊപ്പം അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ VD സതീശൻ ചെന്നിരുന്നത്. അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമരത്തിന് ചെന്ന് ഇരിക്കുകയും ആ സമരത്തിനോടനുബന്ധിച്ച് രാജ്യത്തുണ്ടായിരിക്കുന്ന കലാപം, ആ കലാപത്തിനും കൂടി ഉത്തരവാദിയാവുകയും ചെയ്യുന്ന ദയനീയമാർന്ന സാഹചര്യമുണ്ട്. ആ നീറ്റിന്റെ പേരിൽ നടക്കുന്ന ആ അക്രമ സമരം എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. അവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും പരസ്യമായിട്ട് നടുറോഡിലിട്ട് പീഡിപ്പിക്കുന്ന അതിദയനീയമാർന്ന ചിത്രങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് തന്നെ കാണിക്കേണ്ടി വന്നു. എല്ലാ മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് നമുക്ക് ലഭ്യമാണ്. വനിതാ മാധ്യമ പ്രവർത്തകരെ നടുറോഡിലിട്ട് പീഡിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരസ്യമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നു, അസഭ്യങ്ങൾ വിളിക്കുന്നു. മൈക്കിലൂടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ പോലും അവിടെ ചെന്ന് പച്ച മലയാളത്തിൽ തെരുവിളിക്കുന്ന അതിദയനീയമാർന്ന സാഹചര്യം ആ സമരത്തിന്റെ പേരിൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ തന്നെ കലാപ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തിന്റെ പേരില? നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷയുടെ പേരില. നീറ്റ് പരീക്ഷയിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്കാർക്കും ഉത്തരവില്ല. നരേന്ദ്രമോദി സർക്കാർ നീറ്റ് പരീക്ഷയുടെ ലീക്ക് ഉണ്ടായ സമയത്ത് വളരെ വ്യക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വന്നു. നീറ്റ് പരീക്ഷ ലീക്കായ ഉടൻ തന്നെ സർക്കാർ നടപടിയെടുത്തു. ആരുടെയും അഭിപ്രായമില്ലാതെ രാഹുൽ ഗാന്ധി അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സംഘടനയുണ്ടല്ലോ, അവർ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് നീറ്റിന്റെ പരീക്ഷ ചോർന്ന നിമിഷം തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്.
CBI അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഭാവി അത് ബാധിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് ആ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് മുഴുവൻ തന്നെ വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ടാക്കി. ആ സംവിധാനം കുറ്റമറ്റതാകാൻ വേണ്ടി ഇവിടുത്തെ മിലിറ്ററി സംവിധാനത്തെ, എയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ കരസേനയെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഏകദേശം 20ഓളം പ്രാവശ്യം ഇത്തരത്തിലുള്ള ദേശീയ പരീക്ഷകൾ ചോർന്നിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ 20ഓളം പ്രാവശ്യം ഇത്തരത്തിലുള്ള ചോർച്ചകൾ ഉണ്ടായപ്പോൾ കുട്ടികളെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഭരണകൂടങ്ങൾ അതുവരെ അനുവർത്തിച്ചതെങ്കിൽ നീറ്റ് പരീക്ഷ ചോർന്ന സമയത്ത് നരേന്ദ്രമോദി ചെയ്തത് ആ പ്രതികളെ മുഴുവൻ തന്നെ CBI അന്വേഷണത്തിന് കീഴിൽ കൊണ്ടുവന്നു. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതുകൂടാതെ ആ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി ഇന്ത്യയുടെ കരസേനയെയും അതോടൊപ്പം തന്നെ എയർഫോഴ്സിനെയും അതിനുവേണ്ടി ഉപയോഗിച്ച് കുറ്റമറ്റ രീതിയിൽ ആ പരീക്ഷ വീണ്ടും നടത്തിപ്പിച്ചു. വീണ്ടും നടത്തിപ്പിച്ച റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. ആ കുട്ടികളെല്ലാം തന്നെ വിവിധ കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് എവിടുന്നോ കുറെ ഈയാമ്പാറ്റകൾ വന്നത്. ആ ഈയാമ്പാറ്റകളുടെ പുറത്തു കയറി എവിടെയോ വിദേശ സഞ്ചാരത്തിലായിരുന്ന രാഹുൽ ഗാന്ധിയും പ്രത്യക്ഷപ്പെട്ടു. ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് മുഴുവൻ കലാപം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിന് ചോദ്യം ചെയ്യാൻ, ഇന്ത്യയിലെ നരേന്ദ്രമോദി ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കാൻ, ഇന്ത്യയുടെ അതിസുരക്ഷാ മേഖലകളിൽ രാജ്യദ്രോഹ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് വന്ന അക്രമം അഴിച്ചുവിടാൻ എല്ലാത്തിനും വേണ്ടിയുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഇന്ന് ഈ രാജ്യത്ത് ഒരു കലാപ അന്തരീക്ഷമാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവരുടെ ആഗ്രഹം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു കളയാം, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ചു കളയാം, നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ചു കളയാം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ഇവിടുന്ന് പോയ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വളരെ ഭാവാത്മകമായിട്ടുള്ള സമീപനമാണ് സമരത്തിനോടെടുത്തത്. ഈ ആമ്പാറ്റകളുടെ നേതാക്കന്മാർ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ പ്രകടിപ്പിച്ചു അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, സമരം മുഴുവൻ തന്നെ ആദ്യമേ തന്നെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുമെന്ന്. അന്ന് നരേന്ദ്രമോദി സർക്കാർ എന്താ ചെയ്തത്? അവർക്ക് സ്വതന്ത്രമായി സ്വച്ഛന്തമായി സമരം ചെയ്യാനുള്ള അവസരം നൽകി. മാത്രമല്ല ഡൽഹി പോലീസ് അവർക്ക് കുടിവെള്ളം കൊടുക്കുന്ന, അവർക്ക് തണലൊരുക്കി കൊടുക്കുന്ന, അവിടേക്ക് ഏതൊരു കുഴപ്പവുമില്ലാതെ അവർക്ക് സുരക്ഷ നൽകുന്ന രീതിയിൽ ഡൽഹി പോലീസ് ഇന്ത്യയിലെ പോലീസുകാരുടെ ചരിത്രത്തിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചു. ചില മാധ്യമങ്ങളെങ്കിലും എഴുതുകയുണ്ടായി, ഡൽഹി പോലീസാണ് അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത്, രാത്രി അവർക്ക് തലചായ്ക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസ് അവരുമായിട്ട് സൗഹൃദപരമായിട്ടാണ് സമരക്കാരുമായിട്ട് ഇടപെടുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡൽഹി പോലീസ് അത്തരത്തിലുള്ള സമീപനമെടുത്തത്? അന്നത്തെ സമരത്തിനെത്തിയത് യുവാക്കളായിരുന്നു. അന്നത്തെ സമരത്തിനെത്തിയതിൽ കുറച്ചുപേര്, വളരെ കുറച്ചുപേരെ വന്നുള്ളൂ എങ്കിലും അവർ വിദ്യാർത്ഥികളായിരുന്നു. വിദ്യാർത്ഥികളോടും ഇന്ത്യൻ യുവാക്കളോടും ഇവിടുത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി സർക്കാരിന് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സംഘം നടത്തിയ സമരത്തിന് ഭാവാത്മകമായിട്ടുള്ള പിന്തുണ നൽകി ഇന്ത്യയുടെ പോലീസ് സംവിധാനം, ഇന്ത്യയുടെ ഭരണകൂടം, ഡൽഹി ഭരണകൂടം. അത് കഴിഞ്ഞപ്പോൾ സമരത്തിന്റെ രൂപം മാറ്റി. കാരണം സമാധാനപരമായിട്ട് സമരം ചെയ്താൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് ഈ രാജ്യത്തെ പല പ്രാവശ്യം കർഷക സമരത്തിലൂടെ അട്ടിമറിക്കാൻ വന്ന, കാശ്മീർ സമരത്തിലൂടെ അട്ടിമറിക്കാൻ വന്ന, ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് മുഴുവൻ വിഘടന ശക്തികളെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാർക്ക് തോന്നി. അങ്ങനെ വന്നു. ഉടൻ തന്നെ പഞ്ചാബിൽ നിന്നുള്ള സിഖ് തീവ്രവാദികൾ ഈ സംഘത്തിലേക്ക് നുഴഞ്ഞുകയറി, ഇസ്ലാമിക തീവ്രവാദികൾ ഈ സംഘത്തിലേക്ക് നുഴഞ്ഞുകയറി 370 വകുപ്പ് എടുത്തു കളഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള രാജ്യദ്രോഹികൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞുകയറി. നരേന്ദ്രമോദി സർക്കാരിനെ എത്രയും പെട്ടെന്ന് താഴെയിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അർബൻ നക്സലൈറ്റുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ആ സമരത്തിലേക്ക് നുഴഞ്ഞുകയറി. ആ സമരം ഹൈജാക്ക് ചെയ്തു. ആ ഹൈജാക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് വനിതാ പത്രപ്രവർത്തകരെ ഉൾപ്പെടെ നടുറോഡിലിട്ട് പീഡിപ്പിക്കുന്ന അതിദയനീയമാർന്ന ചിത്രം ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടത്. അങ്ങനെയുള്ളവർ ഹൈജാക്ക് അപ്പോഴാണ് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ മുഖം മാറിയത്, ഇന്ത്യയുടെ പോലീസിന്റെ, ഡൽഹി പോലീസിന്റെ രൂപം മാറിയത്.
ആ സമയത്താണ് അവർക്ക് നേരെ ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ആ ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള നടപടികൾ മാത്രമല്ല, രാജ്യവിരുദ്ധമായിട്ടുള്ള സമരമാണ് എന്ന് പ്രഖ്യാപിച്ചു. 12 ദിവസം മുതൽ 12 മാസം വരെ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റമാണ് അവിടെ കൂടുന്നവർ ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എത്ര കിടന്ന് കീറി വിളിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ഈ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ ഭാരതത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിന് വെല്ലുവിളിക്കാൻ ആരൊരു പെട്ടാലും, അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനാ നേതാക്കന്മാരുടെ പേരിലാണെങ്കിലും അതല്ലെങ്കിൽ ക്രിമിനലുകളാണെങ്കിലും ആരൊരു പെട്ടാലും യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും അവരോടുണ്ടാകില്ല എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. സീറോ ടോളറൻസ് ടുവേഴ്സ് ടെററിസം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ഈ രാജ്യത്തെ അട്ടിമറിച്ചു കളയാമെന്നുള്ള സത്യവുമായിട്ട് ആരെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയാൽ അവനെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സമീപനമല്ല. ഇന്ന് വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനം അത് തന്നെയാണ്. ആ സമീപനം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ജമ്മു കാശ്മീർ സമാധാനമുള്ള കാശ്മീരായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടത്തെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മുമ്പ് ഒരു ഡൽഹി ചലോ മാർച്ച് നടത്തിയല്ലോ. ആ മാർച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അങ്ങ് കാശ്മീരിൽ ചെന്ന് ഐസ് കട്ടകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാശ്മീരിനെ ആക്കി തന്നത് ഇതുപോലെ ഭീകരതയോട് ഒരു രീതിയിലുള്ള മയവുമില്ലാത്ത സമീപനമെടുത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മനസ്സിലാക്കണം. അവരുടെ അപ്പൂപ്പൻ ഭരിച്ചപ്പോഴോ അമ്മ ഭരിച്ചപ്പോഴോ പിതാവ് ഭരിച്ചപ്പോഴോ അവർക്ക് കാശ്മീരിൽ ചെന്ന് ഡാൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കാശ്മീരിൽ ഡാൻസ് ചെയ്യാൻ സാധിച്ചത്, ജീവിതത്തിൽ ആദ്യമായി ഡാൻസ് ചെയ്യാൻ സാധിച്ചത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യ ഭരിച്ചപ്പോഴാണ്, ഭീകരവാദിയെ നിലയ്ക്ക് നിർത്തിയപ്പോഴാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ രീതിയിലുള്ള സമീപനം തന്നെയാണ് ഈ രാജ്യത്തെ ഇവിടുത്തെ നക്സലൈറ്റുകളോട് നരേന്ദ്രമോദി സർക്കാർ അവലംബിച്ചിട്ടുള്ളത്. ഇന്ന് ഈ രാജ്യത്ത് നക്സലൈറ്റ് കോറിഡോർ ഉണ്ടായിരുന്നു, ചുവപ്പ് കോറിഡോർ ഉണ്ടായിരുന്നു. ഇന്ന് ആന്ധ്ര വരെ വരുന്ന, വയനാട് വരെ വരുന്ന, അങ്ങോട്ട് ബീഹാറിൽ നിന്ന് വയനാട് വരെ വരുന്ന നക്സലൈറ്റുകളുടെ കോറിഡോർ ഉണ്ടായിരുന്നു. ആ കോറിഡോർ ഇന്ന് ശൂന്യമാണ്. നക്സലൈറ്റുകൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ ആയുധം വെച്ച് കീഴടങ്ങി. ആയുധം വെച്ച് കീഴടങ്ങാത്തവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആയുധവും വെച്ച് കീഴടങ്ങിയില്ല, ജയിലിലും അടയ്ക്കപ്പെടാത്തവൻ ഈ ലോകത്തുനിന്ന് തന്നെ പൊളിക്കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ BJP സർക്കാരിന് സാധിച്ചു. അങ്ങനെയുള്ളവരുടെ പക്ഷം പിടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കാത്ത നക്സലൈറ്റുകളുടെ ഭാഗമായി, പുറത്തിറങ്ങാൻ സാധിക്കാത്ത കാശ്മീർ തീവ്രവാദികളുടെ ഭാഗമായിട്ട് ഇവിടുത്തെ നീറ്റ് സമരത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ വൈകാരിക പ്രശ്നം ചൂഷണം ചെയ്ത് ഈ രാജ്യത്ത് കലാപം അഴിച്ചുവിടാമെന്ന് രാഹുൽ ഗാന്ധിയല്ല ആര് തീരുമാനിച്ചാലും അതിനെ അതിശക്തമായിട്ട് ചെറുത്തു തോൽപ്പിക്കാൻ സർവശക്തിയും ഈ ഗവൺമെന്റ് എടുക്കും എന്നതാണ് അവസാന നിമിഷങ്ങളിൽ ഈ ഗവൺമെന്റ് എടുത്ത ശക്തമായ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നു. അതേ സമയത്ത് തന്നെ നരേന്ദ്രമോദി സർക്കാർ യുവാക്കളുമായും കുട്ടികളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. ഇന്ത്യയുടെ BJPയുടെ മുൻ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ, കേരളത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നഡ്ഡാജിയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിരവധി പ്രാവശ്യം വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി വിദ്യാർത്ഥികളുടെ ഭാഗത്താണ്. ഈ ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാഗത്താണ്. ന്യായമായ, നീതിപൂർവമായ, ജനാധിപത്യപരമായിട്ടുള്ള ഏതാവശ്യവും ഉന്നയിച്ച് ഈ രാജ്യത്തിലെ ഏത് വിദ്യാർത്ഥി വന്നാലും ഏത് യുവാവ് വന്നാലും അവരെ കേൾക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 5 പ്രാവശ്യം കേൾക്കാനോ അതിലപ്പുറം കേൾക്കാനോ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാണ് എന്നുള്ളത് കൊണ്ടാണ് JP നഡ്ഡയുടെ നേതൃത്വത്തിലുള്ള ടീം, കേന്ദ്രമന്ത്രിമാരുടെ സംഘം ഇവിടത്തെ യുവാക്കളുമായിട്ട് നിരന്തരമായിട്ട് ചർച്ച നടത്തുന്നത്. ഇന്നും ചർച്ച നടക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനതയോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ രാജ്യം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ നാടിന്റെ ഭാവിയോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശമാണ്.
ഈ 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, ആദ്യം ഇവിടത്തെ ആ യുവാക്കൾ വന്ന സമയത്ത് അവരെ സ്വീകരിച്ച് അവരുടെ സമരത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്ത സംസ്കാരം, അതും ഡൽഹി പോലീസിന്റെ സംസ്കാരമായിരുന്നു. അത് തീവ്രവാദികളും രാജ്യദ്രോഹികളും ഏറ്റെടുത്തപ്പോൾ അവർ അടിച്ചമർത്തിയതും ഡൽഹി പോലീസിന്റെ സംസ്കാരമാണ്. അതേ സമയത്ത് തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിരന്തരമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ്. ഈ സംസ്കാരം മനസ്സിലാക്കാനുള്ള സംസ്കാരം രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ലാതെയായിപ്പോയതിന് ഭാരതീയ ജനതാ പാർട്ടിയല്ല ഉത്തരവാദി, നരേന്ദ്ര ദാമോദർദാസ് മോദിയല്ല ഉത്തരവാദി എന്ന് വളരെ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുക. ഈ നാട്ടിൽ BJP ഗവൺമെന്റ് വന്നതിനു ശേഷം വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ ഇവിടെയുള്ളവർ തയ്യാറാകണം. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ കുറ്റമറ്റ രീതിയിലായി. മുമ്പ് 20-ൽ പരം പ്രാവശ്യം ഈ രാജ്യത്ത് പല പരീക്ഷകളും ചോർന്നിട്ടുണ്ട്. പല പരീക്ഷകളും ചോർത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഇവിടുത്തെ മന്ത്രിമാർക്ക് ചോർത്തിയതിൽ പങ്കുണ്ട്. അങ്ങനെയൊക്കെ ഭരണകൂടം തന്നെ പരീക്ഷാ പേപ്പറുകൾ ചോർത്തിക്കൊടുത്ത് സ്വന്തക്കാരെ മുഴുവൻ അധികാര സ്ഥാനങ്ങളിൽ, ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തിയ സംസ്കാരമാണ് ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ളത്. കേരളത്തിലെ PSCയുടെ പേരിൽ ഇന്ന് നടക്കുന്ന കലാപം നമുക്കറിയാം. PSCയിൽ ഗുണ്ടകൾക്ക്, മാർക്സിസ്റ്റ് ഗുണ്ടകൾക്ക്, പോലീസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യമുള്ള ഗുണ്ടകൾക്ക്, ആ ഗുണ്ടകൾക്ക് പിൻവാതിലിലൂടെ PSC വഴി നിയമനം ലഭിക്കുന്നു, അതും പോലീസിൽ നിയമനം ലഭിക്കുന്നു എന്നുള്ള ദയനീയ സാഹചര്യമുണ്ട്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, ഇന്നലെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരമനുഷ്ഠിക്കുന്ന PSC റാങ്ക് ഹോൾഡേഴ്സിനെ കണ്ട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ യുവാക്കൾ, ഇങ്ങനെ അഭ്യസ്തവിദ്യമായിട്ടുള്ള യുവാക്കൾ, ഡിഗ്രിയും PGയും കഴിഞ്ഞ യുവാക്കൾ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസുകാരന്റെയും കാരുണ്യവും കടാക്ഷവും ആഗ്രഹിച്ച് ഇങ്ങനെ നിലവിളിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ യുവാക്കൾ, PSC റാങ്ക് ലിസ്റ്റിലുള്ള യുവാക്കൾ മുട്ടുനിഴയുകയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. PSC റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ മണ്ണ് തിന്നുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് മണ്ണ് തിന്നുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ. പിണറായി വിജയൻ ഇത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് VD സതീശനും അത് മൈൻഡ് ചെയ്യാൻ സമയമില്ല. VD സതീശൻ PSCയെ സംബന്ധിച്ചുള്ള അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. എന്താണ് അന്വേഷിക്കാൻ തയ്യാറാകാത്തത് എന്ന് മാത്രം വ്യക്തമാകുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് PSCയിലെ മുഴുവൻ നിയമനങ്ങളെയും സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ആ PSCയുടെ റാങ്ക് പട്ടികയിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ PSCയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്താൻ തയ്യാറാകണം VD സതീശൻ എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ ആവശ്യം എന്തുകൊണ്ടാണ് VD സതീശൻ ഈ അധികാരത്തിൽ വന്ന് 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെ നടപ്പാക്കാൻ തയ്യാറാകാത്തത് എന്നത് VD സതീശൻ ഇവിടുത്തെ മന്ത്രിമാരും വ്യക്തമാക്കണമെന്നാണ് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ നേരിടുമ്പോഴാണ് ഇവിടുത്തെ PSC പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത VD സതീശൻ അവിടെ ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ആ സമരം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച VD സതീശൻ ഭരണഘടനാപരമായിട്ടുള്ള തന്റെ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാതിരുന്നത്. അതേ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു, ഞങ്ങൾ അവരുമായിട്ട്, കുട്ടികളുമായിട്ട് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് നീറ്റിനെ സംബന്ധിച്ച് ഏത് ചർച്ചയ്ക്കും എപ്പോഴും ഈ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനും തയ്യാറാകുന്നില്ല ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിസ്റ്റുകാരും. നിങ്ങൾക്ക് നീറ്റ് പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്താണ് BJP ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ, എന്താണ് BJP ചെയ്യേണ്ടത്? BJP ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ക്രിമിനലുകളാണ് ഈ പരീക്ഷ ചോർത്തിയത്. ക്രിമിനലുകൾ ഇന്ന് ജയിലിനകത്താണ്. ആ ക്രിമിനലുകളെ സംബന്ധിച്ച് CBI അന്വേഷണമാണ് നടക്കുന്നത്. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പരീക്ഷാ പേപ്പറും ചോരാതിരിക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നു. ഇനിയുള്ള പരീക്ഷകൾ കുറ്റമറ്റതായിട്ട് നടപ്പാക്കും. 10 വർഷം കഠിന തടവും 10 കോടി രൂപ പിഴയുമാണ് പുതിയ നിയമപ്രകാരം ഇത്തരത്തിലുള്ള പരീക്ഷാ പേപ്പറുകൾ ചോർത്തുന്നതിനെതിരെ ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയെ ദോഷം ചെയ്യുന്ന ഒന്നും സംഭവിക്കില്ല എന്ന് ഈ സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു. നമുക്ക് ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാം. പാർലമെന്റിൽ ചർച്ച ചെയ്ത് ഇനി എന്തെങ്കിലും കൂടുതലായി നരേന്ദ്രമോദി സർക്കാർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാം. ഇതല്ലേ ജനാധിപത്യം?
സമീപനം എന്തുകൊണ്ടാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും മനസ്സിലാകാത്തത്? അവരുടെ ലക്ഷ്യം നീറ്റ് വിദ്യാർത്ഥികളുടെ ഭാവിയല്ല. അവരുടെ ലക്ഷ്യം ഈ നാട്ടിൽ സമാധാനപൂർണമായിട്ടുള്ള പ്രവർത്തനമല്ല. അവരുടെ ലക്ഷ്യം ഇവിടുത്തെ വിഘടനവാദികളുമായിട്ട് ചേർന്ന് ഈ രാജ്യത്ത് കലാപം സൃഷ്ടിച്ച് ഈ രാജ്യത്തിന് ആഗോള തലത്തിലുള്ള അതിന്റെ മഹത്വം അത് വിധിച്ചു താഴ്ത്തുകയാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ട് വരുന്നവർക്ക് അതേ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ ഈ ഗവൺമെന്റ് 1500 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ 875 മെഡിക്കൽ കോളേജുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 3 ഇരട്ടി മെഡിക്കൽ കോളേജുകൾ, 3 ഇരട്ടി MBBS സീറ്റുകൾ, 3 ഇരട്ടി MD സീറ്റുകൾ ഈ രാജ്യത്ത് 10 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇവിടുത്തെ MBBS എന്ന് പറയുന്നത് വരേണ്യവർഗത്തിനും അതോടൊപ്പം തന്നെ ഉന്നത സ്ഥാനീയരായിട്ടുള്ളവരുടെയും കുട്ടികൾക്കുള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിലെ സാധാരണ കർഷകന്റെയും കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് പദ്ധതി ഏർപ്പെട്ടിരിക്കുന്ന പാവങ്ങളുടെയും കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷയിലൂടെ MBBSകാരനാകാനും ഡോക്ടറാകാനും MD എടുക്കാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനം മാത്രമല്ല വിപ്ലവമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണകൂടം അതാണ് ഈ രാജ്യത്തും 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ അവലംബിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടതുണ്ടാ ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കണമെന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കണം, നരേന്ദ്രമോദിക്കെതിരായിട്ട് മാറണം, അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പുറത്താക്കണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും നരേന്ദ്രമോദിയെയും പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമൊക്കെ നമുക്കറിയാം. ഇവിടെ 20 പ്രാവശ്യം ഇവിടെ ചോർന്നപ്പോൾ ഏതെങ്കിലും മന്ത്രി രാജിവെച്ചിട്ടുണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത്? ഇവിടെ കേരളത്തിൽ SSLC പരീക്ഷാ പേപ്പർ ചോർന്നില്ലേ ഒരു കാലത്ത്? ഇവിടുത്തെ മന്ത്രി രാജിവെച്ചിരുന്നു. ഈ നാട്ടിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം BJP ഭരിക്കുമ്പോൾ ഉണ്ടാകണം എന്ന് വാശി പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ നാട്ടിൽ ഒരു സദ്ഭരണം നടക്കുന്നുണ്ട്. ആ സദ്ഭരണത്തെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നശിപ്പിക്കാൻ, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പൊൻപുലരി ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 15-ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം അലങ്കോലപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ്. അമേരിക്കയുടെയും ചൈനയുടെയും കിലുകിലിൽ നിന്ന് വെള്ളിക്കാശ് വാങ്ങുന്ന കുറെ നാണം കെട്ട രാജ്യദ്രോഹികൾ ഇവിടെ പലരുടെയും പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കാൻ ഒരുവരെയും സമ്മതിക്കില്ല എന്ന നിശ്ചയദാർഢ്യം തന്നെയാണ് ഈ സർക്കാരിനുള്ളത്. എന്നാൽ ഇവിടുത്തെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാർ BJP സർക്കാരാണ്. അതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സാവരിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ സമരം നടത്തുമ്പോൾ സാവരിയെ പോലെയുള്ളവർ ഈ നാട് വിട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് MBBSന് വേണ്ടി പോകേണ്ടി വരുന്ന ഗതികേട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. നീറ്റ് എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് അവിടെ കുത്തിയിരുപ്പ് സമരം നടത്ത് രാജ്യദ്രോഹ ശക്തികളോടൊപ്പം ഇരുന്ന് കുത്തിയിരുപ്പ് സമരം നടത്തിയ VD സതീശൻ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ സവാരിയെ പോലെയുള്ള ആൾക്കാരെ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത്തരത്തിലുള്ള രക്തസാക്ഷികൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ്. അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടായാൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസ് CBIക്ക് വിടാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തമാശയാക്കരുത്. ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത് തമാശയാക്കി മാറ്റരുത്. ഇവിടുത്തെ VD സതീശനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആലപ്പുഴക്കാരന് ഹരിപ്പാടുകാരനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ആ കുട്ടിയുടെ ആത്മാവിനെ ഇങ്ങനെ തമാശയാക്കി കാണരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ആലപ്പുഴ നോർത്ത് കമ്മിറ്റിക്ക് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ. ഈ ധർണയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ജില്ലാ പ്രഭാരിയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ കോൺഗ്രസ് ആദരപൂർവ്വം
ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബിനോയ്, ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോപകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വാസുദേവൻ, സജീവ്ലാൽ, മേഖലാ സെക്രട്ടറി ശ്രീ വിനോദ്, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഇവിടെ കേരളത്തിൽ എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തീവ്രവാദികൾ തലപൊക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. കേരളത്തിൽ അധികാരത്തിൽ വന്ന വി ഡി സതീശൻ സർക്കാർ ആഘോഷിച്ചത് തന്നെ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളുടെ കട്ടൗട്ടിൽ ബോംബ് വെച്ച് തകർത്തുകൊണ്ടാണ് ആദ്യമായി തീവ്രവാദികൾ ആഘോഷിച്ചത്. അതുകൊണ്ട് എന്തൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം തീവ്രവാദികൾ തലപൊക്കിയിട്ടുണ്ട്. വളരെ മുന്നേ തന്നെ ബി.ജെ.പി. ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ബി.ജെ.പി. മാറി മാറി വരുന്ന സർക്കാരുകളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലാണ് തീവ്രവാദികളുടെ അടിവേരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ തമാശയായി കണ്ടിട്ടുണ്ട്. ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കും. അത് കേരളത്തിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും മലപ്പുറത്തെക്കാളും തീവ്രവാദികൾ തിങ്ങിപ്പാർക്കുന്നു, ഗൂഢനീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം കേരള പോലീസ് മനസ്സിലാക്കണം എന്നാണ് ബി.ജെ.പിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ സാവരിയ എന്നുള്ള പെൺകുട്ടി മാത്രമല്ല, രാജ്യം വിട്ടുപോകുന്ന പല പെൺകുട്ടികളെയും മതം മാറ്റാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് മതം മാറ്റൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രേരണ ഇന്ന് നടന്നു വരുന്നുണ്ട്. തീർച്ചയായും അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കും എന്ന് ഈ പൊതുജനങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ സാബരിയ എന്ന പെൺകുട്ടി മരിച്ചിട്ട് സാധാരണ ഒന്ന് പൊളിച്ചു വെക്കാനുള്ള തീവ്രവാദികളെ സംരക്ഷിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു CBI അന്വേഷണം ഈ ഗവൺമെന്റിന് പ്രഖ്യാപിച്ചുകൂടാ? ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് കേരള ഗവൺമെന്റിന് യാതൊരു നഷ്ടവുമില്ല. നഷ്ടമുള്ളതെല്ലാം കേന്ദ്ര ഗവൺമെന്റിനാണ്. അവര് വിദേശ രാജ്യങ്ങളിൽ പോകണമെങ്കിലോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേണ്ടുന്ന ചെലവുകൾ ഉണ്ടെങ്കിലോ എല്ലാം വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ മനഃപൂർവ്വം തീവ്രവാദികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് വി.ഡി. സതീശൻ സർക്കാർ. അതല്ലെങ്കിൽ ഈ സാബരിയുടെ കൊലപാതകം തികച്ചും ഒരു കൊലപാതകമാണ്. ആ കൊലപാതകം CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന സമരം ഒരു സൂചനയായിട്ട് നടത്തുക മാത്രമല്ല, ഒരു തുടർ സമരം വേണ്ടിവരും. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. തുടർന്ന് ഈ സമരത്തെ സംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ M.B. ഗോപകുമാർജി ആദരവ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബിനോയ് അവർ, ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ആരാധനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അവർ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരി കൂടിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീകുമാർ അവർ, ബഹുമാന്യരായിട്ടുള്ള പാർട്ടിയുടെ മേഖലാ സെക്രട്ടറി ജി വിനോദ് കുമാർ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സഞ്ജീവ്ലാൽ, ശ്രീ കെ വാസുദേവ്ജി, ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസ കേവലം 22 വയസ്സ് മാത്രമുള്ള സാവരിയ എന്ന
ഹരിപ്പാട് സ്വദേശി പെൺകുട്ടിക്ക് ഉസ്ബെക്കിസ്ഥാനിലുണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകം അത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി നിരന്തരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവലം ഒരു കൊലപാതകം എന്നതിന്റെ അപ്പുറത്ത് ലവ് ജിഹാദിന്റെ ഇരയായിട്ടാണ് സാവരിയ കൊല ചെയ്യപ്പെടുന്നത്. അവിടെ കേരളക്കാരനായിട്ടുള്ള പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള സാദറുൽ അനം എന്ന വിദ്യാർത്ഥി അവിടെ ഈ കൊലപാതകത്തിന് ശേഷം സാവരിയയുടെ ബന്ധുക്കൾ അവിടേക്ക് ചെല്ലുമ്പോൾ ആ കൊലപാതകത്തിന്റെ അന്വേഷണം നടത്താതെ അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച സാഹചര്യം നമ്മളെല്ലാം കണ്ടു. ആ കുട്ടിയുടെ സാവരിയയുടെ കുഞ്ഞു സഹോദരൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തുമ്പോൾ ആ കേസ് അന്വേഷണം വേണ്ടതുണ്ടോ, അത് നമുക്ക് ഒത്തുതീർപ്പാക്കിക്കൂടെ എന്ന് അവിടെ ആ നാട്ടിലെ ഉസ്ബെക്കിസ്ഥാൻകാരായിട്ടുള്ള ആളുകൾ ചോദിക്കുമ്പോഴാണ് ഇതിലെ തീവ്രവാദ ബന്ധം നമ്മൾ ഗൗരവമായി കാണണം എന്ന് BJP ആവശ്യപ്പെടുന്നു. കേവലം ഒരു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സമാധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചന, ലവ് ജിഹാദ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഭീകര പ്രവർത്തനത്തിന് അത് വെള്ളപൂശാനുള്ള പരിശ്രമം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊല്ലുന്നവന്റെയും കൊല്ലിക്കുന്നതിന്റെയും മതവും ജാതിയും നോക്കിയാണ് CPM-ഉം കോൺഗ്രസും ഇവിടെ പ്രതികരിക്കുന്നത്. ഇവിടെ നീറ്റ് പരീക്ഷയുടെ പേരിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടും അവിടെ വലിയ സമരവുമായി കേരളത്തിലേക്ക് പോകുന്ന തീവ്രവാദികൾ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നവർ എന്തുകൊണ്ട് സാവരിയ എന്ന പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ലവ് ജിഹാദ് മൂലമുണ്ടായിട്ടുള്ള കൊലപാതകത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടുത്തെ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ആ സാവരിയുടെ വീട് സന്ദർശിച്ചിട്ടില്ല. ആലപ്പുഴയിലെ MP അടക്കമുള്ള കോൺഗ്രസിന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ, CPM-ന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുള്ള ആലപ്പുഴയിലെ ഒരു നേതാവും സാവരിയുടെ വീട് സന്ദർശിച്ചിട്ടില്ല എന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയം നമ്മൾ ചിന്തിക്കണം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള അപകടത്തെ പറ്റി നിരന്തരം BJP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ചെവി അടച്ചു വെച്ചുകൊണ്ട് നിന്നവർ ഇന്നും അതേ ആവർത്തിക്കുകയാണ്. സാവരിയുടെ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിന്റെ കാരണങ്ങളെ പറ്റി വളരെ വ്യക്തമായി സുരേഷ് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ ഒരു സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു വിഷയത്തിൽ പോലും അന്വേഷിക്കാൻ കഴിവില്ലാത്ത ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ ആലോചിക്കണം. നമ്മുടെ കേരളം നിരവധിയായിട്ടുള്ള ഭീകരാക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു നാടാണ്. നമ്മുടെ വടക്കൻ കേരളത്തിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലം മുതൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മദനിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അതിന് പിന്നീട് മുസ്ലിം ലീഗ് അധികാരത്തിന്റെ ഭാഗമായി വന്നപ്പോ ഈ തീവ്രവാദത്തിനെല്ലാം വെള്ളപൂശുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് 2000-ന് ശേഷമാണ് ഈ ലവ് ജിഹാദ് എന്ന മാരകമായ സാഹചര്യം ഈ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ റോമിയോ ജിഹാദികൾ എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പണവും മൊബൈൽ ഫോണും വാഹനവും അടക്കം കൊടുത്തുകൊണ്ട് പെൺകുട്ടികളെ വശീകരിക്കാൻ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൽ വരുന്ന പെൺകുട്ടികളെ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന പെൺകുട്ടികളെ വശീകരിച്ച് തങ്ങളുടെ പാശ്ചാത്യത്തിലേക്ക് എത്തിക്കുവാൻ മതം മാറ്റിയെടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് സാവരിയയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ റോമിയോ ജിഹാദികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ സാദറുൽ അനം എന്ന് പറയുന്ന റോമിയോ ജിഹാദി നടത്തിയ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. ആ മതപരിവർത്തനത്തിന് സ്വന്തം പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കാൻ അതിനുവേണ്ടി പോരാടും. ഞാൻ മതപരിവർത്തനത്തിന് തയ്യാറല്ല എന്ന് ആ പെൺകുട്ടി സാവരിയ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോഴാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ആസൂത്രിതമായി നിരവധി ദിവസങ്ങൾ ആ പെൺകുട്ടിയെ പൂട്ടിയിട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷമാണ് കൊല ചെയ്തതിന് ശേഷം കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് എഴുന്നറിയുകയാണ്. ആ കൊലപാതകം അത് തെളിയാതിരിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇത് നാളെ ഈ കേരളത്തിന്റെ ഭാവി കേരളത്തിൽ വലിയ അപകടകരമായ സൂചന തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ലവ് ജിഹാദ് വലിയ ഭീകരമായ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷയമാണിത്. ആ വിഷയത്തെ പറ്റി സംസാരിക്കാനോ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനോ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന CPM-കാരൻ അതിനുവേണ്ടി ചെറുവിരൽ അനക്കുന്നില്ല എന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെയാണ് കൊല്ലുന്നവന്റെയും കൊല്ലിക്കുന്നവന്റെയും മതവും ജാതിയും നോക്കി
അഭിപ്രായം പറയുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സമരം വളരെ ഗൗരവമുള്ള വിഷയമാണ്. സാബരിയുടെ കൊലപാതകം കേവലം ഒരു കൊലപാതകത്തിനപ്പുറത്ത് ലവ് ജിഹാദിന്റെ വളരെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇവിടെ നെർക്കോട്ടിക് ജിഹാദിനെ പറ്റി, ലവ് ജിഹാദിനെ പറ്റി ഒക്കെ പറഞ്ഞ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കും അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ BJP അടക്കമുള്ള നേതാക്കന്മാർക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഈ വിഷയം ഈ കേരളത്തിന്റെ പൊതുമനസ്സാക്ഷി ഏറ്റെടുക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെട്ടത്. BJP നടത്തുന്ന ഈ സമരം കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി നിരന്തരമായിട്ടുള്ള സമരത്തിലാണ് BJP ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു നിലപാട്, ഒരു വിഷയത്തിൽ ഒരു നിലപാടും അതേ വിഷയത്തിൽ തന്നെ മറ്റു നിലപാടും സ്വീകരിക്കുമ്പോൾ അവിടെ ജാതിയുടെയും മതത്തിന്റെയും ഭീകരവാദത്തിന്റെയും പ്രശ്നമാണ് ഉയർന്നു വരുന്നത്. ആലപ്പുഴയിൽ പരിശോധിച്ചാൽ ഇന്നിപ്പോ വലിയ സമരം CPM G. സുധാകരന്റെ പുറകെയാണ്. G. സുധാകരന്റെ അഭിപ്രായത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അദ്ദേഹം BJPയെ ഒരുപാട് കള്ളപ്രചരണങ്ങൾ BJPക്ക് എതിരെ നടത്തിയ നേതാവാണ്. പക്ഷെ G. സുധാകരനെ തടയാൻ CPM-കാരൻ പോകുമ്പോ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വലിയ സഹിഷ്ണുതയെ പറ്റി ഡൽഹിയിൽ നടന്ന ഭീകരന്മാർ നടത്തിയ ഭീകരാക്രമണത്തിന് സമാനമായി ആ ഡൽഹിയെ നശിപ്പിക്കാൻ അവിടെ പാർലമെന്റ് പോലും തകർക്കുമെന്ന് പ്രഖ്യാപിച്ചവരെ പോലീസ് തടഞ്ഞപ്പോൾ അവരെ കൈകാര്യം ചെയ്തപ്പോ വലിയ മുതലക്കണ്ണീരൊരുക്കിയ നേതാക്കന്മാർ ഇന്ന് ഒരു നേതാവ് G. സുധാകരൻ എന്ന് പറയുന്ന അവരുടെ പഴയകാല നേതാവ് CPM-നെതിരെ സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോലും ധൈര്യമില്ലാതെ തടയാൻ നടക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? ഇതാണോ സോഷ്യലിസം? നിങ്ങൾ പറയുന്ന സഹിഷ്ണുത ഇതാണോ? G. സുധാകരന്റെ പ്രസംഗം കേൾക്കാൻ, അത് കേൾപ്പിക്കാൻ പോലും ധൈര്യമില്ലാത്ത CPM-കാരാണ് ഇവിടെ സഹിഷ്ണുതയെ പറ്റി പറയുന്നത്. ഇവിടെ BJPക്കെതിരെ വാളെടുക്കുന്നതെന്ന് യാഥാർത്ഥ്യം ഓർക്കണം. ഇന്ന് സുധാകരൻ പറഞ്ഞ വിഷയങ്ങൾ ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ളതായിരുന്നു. നമുക്കറിയാം, ഇവിടെ മുനിസിപ്പൽ കൗൺസിലർ വീണ്ടും കൗൺസിലറായിട്ട് വന്നിട്ടുണ്ട്. ആ നേതാക്കന്മാർ, ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ, തീവ്രവാദ ബന്ധമുള്ള നേതാക്കന്മാർ നടത്തിയ ഇവിടെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസ് എന്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയില്ല? CPM ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഈ വിഷയങ്ങളിലുള്ള തീവ്രവാദ ബന്ധം ഉള്ള ഈ വിഷയങ്ങളിലെല്ലാം നടത്തുന്ന ഇരട്ടത്താപ്പ് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ഈ നാടിനെ സംബന്ധിച്ച് ശാപമാണ്. അവർ രണ്ടുപേരും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സാബരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണം, CBI അന്വേഷണം വേണമെന്ന BJPയുടെ ആവശ്യത്തോട് ഈ നാട്ടിലെ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികൾ ചേർന്ന് നിൽക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം, ഈ വളരെ ശക്തമായിട്ടുള്ള ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട BJPയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, നേതാക്കന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ധർണാ സമരം ഇവിടെ സമാപിക്കാൻ വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയമെന്ന നിലയിൽ അധികാരികളുടെ ശ്രദ്ധയിൽ പാർട്ടിയുടെ